ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 12-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം വരെയാണ് വിശദീകരിച്ചത്. ഇന്ന് നമുക്ക് തുടർന്ന് കേൾക്കാം. സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. പഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയ ജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം ബഹുഭൂതഹൃദയം മനുമാതവസ്. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാം അധ്യായം 18-ാമത്തെ ശ്ലോകം തുറന്നു. അധ്യായം 12, ശ്ലോകം 18, 17 വരെയാണ് കഴിഞ്ഞ വർഷം എടുത്തത്. 18-ാമത്തെ ആരംഭിക്കണം. ഭക്തിം ഹരോ ഭഗവതേ പ്രഭഹന്നജഫ്രമാനന്ദബാഷ്പകലയാമുപുരദ്യമാന വിക്ലിദ്യമാന ഹൃദയ പുളകാചിതങ്കോ ആത്മാനമസ്മരതഭാതി മുക്തലിംഗ. ബദരിയാശ്രമത്തിലെത്തി അവിടെ വെച്ച് സന്യാസത്തിന്റെ യോഗയുടെ ഒരു പരമാവസ്ഥയിലേക്ക് നീങ്ങുന്ന ധ്രുവനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. പുത്രൻ രാജ്യഭാരമൊക്കെ വെച്ചിട്ട് താൻ യോഗ സമാധിയിൽ മുക്തനാവാൻ ആഗ്രഹിച്ച് ബദരിയാശ്രമത്തില് അളകനന്ദ എന്ന നദിയുടെ ശുദ്ധജലത്തിൽ മുങ്ങിക്കുളിച്ച് ഇന്ദ്രിയവും അന്ധകരണങ്ങളും ഒക്കെ ശുദ്ധമാക്കി അടക്കി നിർത്തി മനസ്സിനെ അടക്കി അങ്ങനെ ഭഗവാന്റെ സ്ഥൂല രൂപത്തില് ഭഗവത് സ്വരൂപത്തെ അതേപോലെ ധ്യാനത്തിൽ ഉണ്ടായിരുന്ന സ്വരൂപത്തെ ഉപേക്ഷിച്ച് സമാധിസ്ഥനായി തീർന്നു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഹരോ ഭഗവതിം ഭക്തിം പ്രവഹൻ. ഹരി എന്ന ഭഗവാനിൽ, ഹരോ സപ്തമിയാണ്, ഭഗവതിയും സപ്തമിയാണ്, ഭഗവാനിൽ എന്നർത്ഥം. ഭഗവാനായ ഹരിയിൽ ഭക്തിയെ പ്രവഹിച്ചുകൊണ്ട് അജഫ്രം എല്ലായ്പ്പോഴും ഇടതടവില്ലാതെ. ഭക്തിം ഹരോ ഭഗവതി ഭഗവതി പ്രവഹൻ അജഫ്രം, പ്രവഹൻ അജഫ്രം, പ്രവഹൻ അജഫ്രം, അജഫ്രം എല്ലായ്പ്പോഴും. ആനന്ദബാഷ്പകലയാ മുഹുരദ്യമാന, ആനന്ദബാഷ്പകല കൊണ്ട് വീണ്ടും വീണ്ടും ബന്ധിതനായി തീർന്നു. അർദ്യമാനഹം വെച്ചാൽ ദുഃഖിക്കുക, വിഷമിക്കുക എന്ന് മാത്രമല്ല, അതുകൊണ്ട് ബാഷ്പകല കൊണ്ട്, ആനന്ദക്കണ്ണീരിന്റെ ഒഴുക്കുകൊണ്ട് വീണ്ടും വീണ്ടും ബാധിക്കപ്പെട്ടവനായി തീർന്നു. വിക്ലിദ്യമാന ഹൃദയ, ഹൃദയത്തിന് ഒരു അലിവുണ്ടായി, അലിഞ്ഞ് ലയിച്ച് ലയിച്ച് ഇല്ലാതാകുന്ന ഒരവസ്ഥ. വിക്ലിദ്യമാന ഹൃദയ പുളകാചിതാങ്കോ, അംഗങ്ങളിലൊക്കെ രോമാഞ്ചമുണ്ടായി. പുളകം കൊണ്ട് ആചിതമായ അംഗത്തോടു കൂടിയവനായി. ന ആത്മാനം അസ്മരത് അഫൗ ഇതി, നാത്മാനമസ്മരദഭാവിതി, ന ആത്മാനം അസ്മരത് അഫൗ ഇതി. അത്രയും വാക്കുകൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്തിരിക്കാം. ന ആത്മാനം അസ്മരത്, ആത്മാവിനെ സ്മരിച്ചില്ല. ആത്മാനം ന അസ്മരത് അഫൗ ഇതി, ഇവൻ തന്നെ എന്ന് അനുഭവപ്പെട്ടു. തൻ്റെ ആത്മാവ് ഭഗവത് സ്വരൂപത്തിന്റെ ആത്മചൈതന്യം തന്നെയാണെങ്കിൽ താൻ ആരെ സ്മരിക്കാനാണ്? വേറെ ആരെയും സ്മരിക്കേണ്ട ആവശ്യമില്ലല്ലോ.
മറ്റൊരാളാണെന്ന് വിചാരിക്കുമ്പല്ലേ ഈ സ്മരണയും ധാരണയൊക്കെ വേണ്ടത്. അതൊക്കെ വിട്ടുകഴിഞ്ഞു ഈ ധ്രുവൻ. അതുകൊണ്ട് ആത്മാനം അസ്മരത് അഫൗ ഇതി മുക്തലിംഗ. ലിംഗങ്ങളെല്ലാം ശരീരത്തിന്റെ ബന്ധനങ്ങളായ അടയാളങ്ങളിൽ നിന്നൊക്കെ മുക്തനായി. ലിംഗങ്ങൾ അടയാളങ്ങളാണ്. ഞാൻ എന്ന ആത്മസത്തെ ശരീരവുമായി കെട്ടിയിടുന്ന കുറെ അടയാളങ്ങളാണ് എന്താണ്? ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, പ്രാണൻ, ജീവൻ, ഇതെല്ലാം. അതിനൊക്കെ മുക്തനായി. താനല്ലാതെ ഒരു ആത്മസത്ത ഇനി പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് ആരെയും സ്മരിക്കേണ്ട ആവശ്യമില്ല. താൻ തന്നെ തന്നെ സ്മരിച്ചാൽ മതിയല്ലോ, വേറെ ആളല്ല. ആ പരമാത്മ ചൈതന്യത്തിലേക്ക് ലയിച്ച് താനും ആത്മസ്വരൂപവും ഒന്നായി തീർന്നാൽ പിന്നെ വേറെ ആളെ സ്മരിക്കാനില്ല. എന്നാ അസ്മരത് അഫൗതി, അവൻ തന്നെയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഒന്നിനെയും സ്മരിക്കേണ്ടി വന്നില്ല. മുക്തലിംഗനായി. ഇപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഒരു മുക്തൻ ലക്ഷ്യത്തിലേക്ക് കടന്ന് കയറി പോകുന്നത് എന്ന് അതിമനോഹരമായി ഈ ധ്രുവന്റെ കഥയിൽ കൂടിയാണ് ഉപന്യസിക്കുന്നത്. ഓരോരോ വഴി കൂടി ഇതിപ്പോ എന്താണ്? യോഗസമാധിസ്ഥനായി എങ്ങനെ ശരീരം വിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിപ്പോകാം എന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണം. അങ്ങനെ പല പല മാർഗങ്ങളിൽ കൂടി എത്താം. അതിൽ ഈ മാർഗത്തെക്കുറിച്ചാണ് ഇവിടെ ഉപന്യസിച്ചത്. ഭക്തിം ഹരോ ഭഗവതി പ്രവഹന്നജഫ്രം ആനന്ദബാഷ്പകലയാമുഹുരദ്യമാന വിക്ലിദ്യമാന ഹൃദയ പുളകാചിതംബോ ആത്മാനമസ്മരതഥാ വിധിമുക്തലിംഗ. ഹരൗ ഭഗവതി അജഫ്രം ഭക്തിം പ്രവഹൻ ആനന്ദബാഷ്പകലയാ മുഹു അർദ്യമാന വിക്ലിദ്യമാന ഹൃദയ പുളകാചിതാംഗ മുക്തലിംഗ. അഫൗ ഇതി ആത്മാനം ന അസ്മരത്. ഭക്തിം ഹരോ ഭഗവതി പ്രവഹന്നജഫ്രം ആനന്ദബാഷ്പകലയാ മുഹുരദ്യമാന വിക്ലിദ്യമാന ഹൃദയ പുളകാചിതംഗോ ആത്മാനമസ്മരതഥാ വിധിമുക്തലിംഗ. പദദർശ വിമാനഗ്ര്യം നഭസോപതരധ്രുവ വിഭ്രാജയദ്ദശ ദിശോരാഗാവതിമിവോദിതം. പദദർശ, അവൻ കണ്ടു. വിമാന അഗ്ര്യം, ശ്രേഷ്ഠമായ വിമാനത്തെ. അഗ്ര്യം ശ്രേഷ്ഠമാണ്, അഗ്രം അറ്റമാണ്, അഗ്ര്യം ശ്രേഷ്ഠമാണ്. അഗ്ര്യം വിമാനം ദദർശ, ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായൊരു വിമാനം മുമ്പിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. നഭസോ അവതര, ആകാശത്തു നിന്നും ഇറങ്ങി വരുന്ന ഉത്കൃഷ്ടമായ വിമാനം തന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ധ്രുവ ദദർശ, സധ്രുവ ദദർശ കണ്ടു. വിഭ്രാജയ, ശോഭിപ്പിക്കുന്നു. ദശദിശോ, 10 ദിക്കിനെയും. ഈ വിമാനം 10 ദിക്കും ശോഭിപ്പിക്കാൻ വെട്ടിത്തിളങ്ങുന്ന ഒരു വിമാനമാണ്. രാഗാപതിമിബോധിതം, ചന്ദ്രൻ ഉദിച്ചതുപോലെ. രാഗാപതി ചന്ദ്രൻ, ഉദിതം രാഗാപതിം ഇവ, ഉദിച്ച ചന്ദ്രനെ പോലെ. ചന്ദ്രൻ ഉദിച്ചാൽ എല്ലാ ദിക്കിലേക്കും രശ്മികൾ പതിച്ച് വ്യാപരിച്ച് അത് ഇരുട്ടുമാറ്റി തെളിയിക്കുന്നത് പോലെ ഈ വിമാനത്തിന്റെ ശോഭ 10 ദിക്കിലും അതിമനോഹരമായി എത്തിച്ചേർന്നു. അത്രയ്ക്ക് തിളങ്ങുന്ന ഒരു വിമാനം തന്റെ മുമ്പിൽ നിന്നു. പദദർശ വിമാനഗ്രം നഭസോപതരധ്രുവാം വിഭ്രാജയദ്ദശദിശോ രാഗാപതിമിവോദിതം. ഉദിതം രാഗാപതിം ഇവ ദശദിശ വിഭ്രാജയത്. വിമാനഗ്രം നഭസഃ അവതരത് സധ്രുവ ദദർശ. പദദർശ വിമാനഗ്രം നഭസോപതരധ്രുവാം വിഭ്രാജയദ്ദശദിശോ രാഗാപതിമിവോദിതം. പദദർശ വിമാനഗ്രം നഭസോപതരധ്രുവ വിഭ്രാജയദ്ദശദിശോ രാഗാപതിമിവോദിതം. തത്രാനു ദേവപ്രവരൗ ചതുർഭുജൗ ശ്യാമൗ കിശോരാവരുണംബുജക്ഷണൗ സ്ഥിതാവഷ്ടഭ്യഗതം സുവാസസൗ കിരീടഹാരംഗതചാരുകുണ്ടലൗ. തത്ര അനു, അതിനെ പിന്തുടർന്ന്. അവിടെ ഈ വിമാനത്തെ പിന്തുടർന്ന് ദേവപ്രവരവും 2 പ്രവരന്മാരായ ദേവന്മാർ.
പ്രവരം ശ്രേഷ്ഠം ഉത്കൃഷ്ടം. ദേവപ്രവരവും ഉത്കൃഷ്ടന്മാരായ 2 ദേവന്മാർ ആ വിമാനത്തിന്റെ പിന്തുടർന്ന് തൊട്ടുകൂടെ നിൽക്കുന്നു. അവരോ ചതുർഭുജവും 4 കൈയുള്ളവരാണ്. ശ്യാമവും കറുത്ത വർണ്ണമുള്ളവരാണ്. കിശോരവും കുട്ടികളാണ്. വലിയ പ്രായമൊന്നുമില്ല, കുട്ടികളാണ്. അരുണാംബുജക്ഷണവും താമരക്കണ്ണന്മാരാണ്. ചെറിയ ചുവപ്പ് നിറത്തിലുള്ള താമര പോലെ നീണ്ട കണ്ണ് ഉള്ള കുട്ടികളായ 2 ദേവന്മാർ 4 കൈയും കറുത്ത നിറവുമുള്ളവരായിട്ടാണ് അവരെ കണ്ടത്. ഹിതാവഷ്ടഭ്യഗതാം സുവാഫസവും ഹിതാം സ്ഥിതി ചെയ്യുന്നവരായ അവർ, ഇരിക്കുന്നവരായ അവരെ ആ ദേവപ്രവന്മാർ 2 പേരും. ഗതാം സുവാഫസവും അവർക്ക് അവരുടെ കയ്യിൽ ഗതയുണ്ട്. നല്ല വസ്ത്രം ധരിച്ചവരാണ്. സുവാഫസവും മനോഹരമായ വസ്ത്രം ധരിച്ചവരാണ്. ഗത ധരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുമാത്രമല്ല, കിരീട ഹാര അംഗത ചാരു കുണ്ടലവും ആഭരണങ്ങൾ, കിരീടമുണ്ട്, ഹാരമുണ്ട്, മാലയുണ്ട്, അംഗതമുണ്ട്, തോൾവളയുണ്ട്, ചാരുകുണ്ടലം മനോഹരങ്ങളായ കുണ്ടലങ്ങളോട് കൂടിയവരാണ്. അപ്പൊ കിരീടം, മാല, അതുപോലെ അംഗതം, കുണ്ടലം ഇവ ധരിച്ച് ഗത ധരിച്ച് നല്ല വസ്ത്രം ഉടുത്ത് 2 പേർ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് ധ്രുവൻ കണ്ടു. തത്രാനുദേവ പ്രവരോ ചതുർഭുജോ ശ്യാമോ കിശോരാവരുണം ഭുജക്ഷണവും സ്ഥിതാവഷ്ടഭ്യഗതാം സുവാഫസോ കിരീട അരംഗതചാരുകുണ്ടലവും. അനു തത്ര ചതുർഭുജൗ ശ്യാമൗ കിശോരൗ അരുണാംബുജക്ഷണൗ സുവാഫസൗ കിരീടഹാരംഗതചാരുകുണ്ടലൗ ഗദാം അവഷ്ടഭ്യ സ്ഥിതൗ ദേവപ്രവരൗ ദദർശ. തത്താനുദേവപ്രവരൗ ചതുർഭുജൗ ശ്യാമൗ കിശോരാവരുണം ഭുജക്ഷണൗ സ്ഥിതാവഷ്ടഭ്യഗതാം സുവാഫസൗ കിരീടഹാരംഗതചാരുകുണ്ടലൗ. തത്രാനുദേവപ്രവരൗ ചതുർഭുജൗ ശ്യാമോ കിശോരാവരുണം ഭുജക്ഷണൗ സ്ഥിതാവഷ്ടഭ്യഗതാം സുവാഫസൗ കിരീട അരംഗതചാരുകുണ്ടലൗ. വിജ്ഞായതാവുത്തമകായ കിങ്കരാ അഭ്യുദ്ധിത സാധ്വസവിസ്തക്രമ നാമാനി ഗൃണൻ മധുദ്വിഷ പാർഷത്പ്രധാനാവിധി സംഹതാഞ്ജലി. വിജ്ഞായ അറിഞ്ഞിട്ട്, തൗ ഉത്തമകായ കിങ്കരവും, തൗ അവരെ 2 പേരെയും വിജ്ഞായ അറിഞ്ഞു. എന്താ അറിഞ്ഞത്? ഉത്തമകായ കിങ്കരവും, ഉത്തമമായി സ്തുതിക്കപ്പെടുന്നത് ആരെക്കുറിച്ചാണോ പാടുന്നത് അവൻ ഉത്തമഗായൻ. ഭഗവാൻ ഒരു വിശേഷം കൊടുത്താണ് ഉത്തമഗായൻ എന്ന്. ഉത്തമഗായന്റെ കിങ്കരവും, കിങ്കരന്മാരാണ്, ഭഗവാന്റെ കിങ്കരന്മാരാണ്. ഉത്തമമായി ഗായം എന്ന് വെച്ചാൽ പാട്ട് കേൾക്കുന്നവരെന്നാണ്. ആരെ സ്തുതിക്കുന്നുവോ ആ സ്തുതി ആരെക്കുറിച്ചാണോ അതാണ് ഗായം. ഉത്തമമായി ആരെ ഗാനം ചെയ്യുന്നുവോ അവൻ ഉത്തമഗായൻ. ഗായകനല്ല, ഗായനാണ്. ഗായകൻ പാട്ടുകാരനാണ്, ഇത് ഗായനാണ്. ഉത്തമഗായൻ അങ്ങനെയാണ് വിഷ്ണു എന്നുള്ള അർത്ഥത്തിലേക്ക് വരുന്നത്. അപ്പം ഉത്തമഗായന്റെ കിങ്കരവും തൗ ഭഗവാന്റെ കിങ്കരന്മാരാണ് അവർ 2 പേരുമെന്ന് വിജ്ഞായ അറിഞ്ഞിട്ട് അഭ്യുദ്ധിത എഴുന്നേറ്റു. കാരണം എന്താണ്? 4 കയ്യ്, ആയുധങ്ങൾ, കിരീടങ്ങൾ ഇതെല്ലാം കണ്ടാൽ ഭഗവാനെ പോലെ തന്നെ. അപ്പൊ വിചാരിച്ചു ഇത് ഭഗവാന്റെ കിങ്കരന്മാരാണ് എന്ന് വിചാരിച്ച് അഭ്യുദ്ധിത എഴുന്നേറ്റു. ഫാത്വസവിസ്മൃതക്രമ, ഫാത്വസം കൊണ്ട്, സംഭ്രമം കൊണ്ട് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതിന്റെ ക്രമം മറന്നുപോയി.
വിസ്മൃതക്രമ, ക്രമത്തെ മറന്നവനായി. ഫാധ്വസ വിസ്മൃതക്രമ. ഫാധ്വസം ഒരു വാക്കാണ്, വിസ്മൃത മറ്റൊരു വാക്കാണ്, ക്രമ മറ്റൊരു വാക്കാണ്. ഫാധ്വസ വിക്രമക്രമ നനാമ നമിച്ചു. സംഭ്രമം കൊണ്ട് അവരെ പൂജിക്കേണ്ടുന്ന ഒരു പൂജാവിധാനമുണ്ട്. അർഘ്യം, പാദ്യം, ആചമനം, നിങ്ങൾ കുറെ വിധികൾ അതൊക്കെ മറന്നുപോയി. സംഭ്രമം കൊണ്ടാണ്. നനാമ നമിച്ചു, നമസ്കരിച്ചു. നാമാനുഗൃണൻ മധുദ്വിഷ, ഭഗവാന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചു. മധുദ്വിഷ നാമാനി ഗൃണൻ, മധുദ്വേഷിയുടെ, വിഷ്ണുവിന്റെ, ഭഗവാന്റെ നാമാനി പേരുകളെ ഗൃണൻ പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നനാമം നമസ്കരിച്ചു. പാർഷത് പ്രധാനവും ഇതി സംഹതാഞ്ജലി, ഭഗവത് പാർഷദന്മാർ പ്രധാനിമാരാണ് രണ്ടുപേരും എന്ന് അറിഞ്ഞിട്ട് സംഹതാഞ്ജലി രണ്ട് കൈയും കൂപ്പിപ്പിടിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചു ധ്രുവൻ. വിജ്ഞായതാ ഉത്തമകായ കിങ്കരവും അഭ്യുദ്ധിത പാർത്ഥവിസ്മൃതക്രമ നനാമനാമാനി ഗൃണൻ മധുദ്ദുഷ പാർഷത് പ്രധാനാവിധി സംഹതാഞ്ജലി. തൗ ഉത്തമകായ കിങ്കരൗ വിജ്ഞായ അഭ്യുദ്ധിത പാർത്ഥവിക്രമക്രമ മധുദ്ദുഷ പാർഷത് പ്രധാനൗ ഇതി നാമാനി ഗൃണൻ സംഹതാഞ്ജലി നനാമ. വിജ്ഞായതാ ഉത്തമകായ കിങ്കരൗ അഭ്യുദ്ധിത വിസ്മൃതക്രമാം നനാമനാമാനി ഗൃണൻ മധുദ്ദുഷ പാർഷത് പ്രധാനാവിധി സംഹതാഞ്ജലി. വിജ്ഞായതാ ഉത്തമകായ കിങ്കരാഭ്യുദ്ധിത വിസ്മൃതക്രമാം നനാമനാമാനി ഗൃണൻ മധുദ്ദുഷ പാർഷത് പ്രധാനാവിധി സംഹതാഞ്ജലി. തം കൃഷ്ണപാദാഭിനിവിഷ്ടചേതസം ബദ്ധഞ്ജലിം പ്രശ്രേതമ്രകന്ധരം പുനന്ദനന്ദാവുപസത്യസസ്മിതം പ്രത്യോജതു പുഷ്കരനാഭസമ്മതൗ. തം അവനെ കൃഷ്ണപാദാഭിനിവിഷ്ടചേതസം, ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ നിവേശിപ്പിക്കപ്പെട്ട, ചേർക്കപ്പെട്ട ചേതസം മനസ്സോടുകൂടിയ. കൃഷ്ണ പാദ അഭിനിവിഷ്ട ചേതസം, കൃഷ്ണപാദങ്ങളിലേക്ക് നിവേശിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായ തം അവനെ ബദ്ധഞ്ജലിം കൈകൂപ്പിക്കൊണ്ട് പ്രശ്രയ നമ്രകന്ധരം വിനയം കൊണ്ട് കഴുത്തു താണവരായിട്ട്, പ്രശ്രയം വിനയം, നമ്രം കുനിഞ്ഞത്, കന്ധരം കഴുത്ത്, പ്രശ്രയ നമ്ര കന്ധരം, വിനയം കൊണ്ട് കഴുത്ത് കന്ധരം നമ്രമായി, കഴുത്ത് ഒന്ന് കുനിഞ്ഞു, തല കുനിച്ചു എന്നർത്ഥം. പുനന്ദനന്ദവും ഉപസത്യസസ്മിതം, സുനന്ദ നന്ദന്മാർ എന്നാണ് അവരുടെ പേര്. സുനന്ദൻ, നന്ദൻ വിളിച്ചിരുമ്പോൾ സുനന്ദനന്ദവും. ഒരാളുടെ പേര് സുനന്ദൻ, മറ്റയാളുടെ പേര് നന്ദൻ. രണ്ടുപേരും ഉപസൃതി അടുക്കലെത്തിയിട്ട് സസ്മിത പുഞ്ചിരിയോടെ പ്രത്യൂജതു മറുപടി പറഞ്ഞു. പുഷ്കരനാഭസമ്മതം, പുഷ്കരനാഭൻ ഭഗവാൻ, ഭഗവാന് സമ്മതന്മാരായ രണ്ടുപേർ, ഭഗവാന്റെ പാർഷദന്മാരിൽ ഏറ്റവും സമ്മതന്മാരായ രണ്ടുപേർ, അവർ രണ്ടുപേരും കൂടി ചേർന്ന് മറുപടി പറഞ്ഞു. അവരുടെ ധ്രുവൻ. തം കൃഷ്ണപാദാഭിനിവിഷ്ടചേതസം ബദ്ധഞ്ജലിം പ്രശ്രയനമ്രകന്ധരം സുനന്ദനന്ദാ ഉപസത്യസസ്മിതം പ്രത്യോജതു പുഷ്കരനാഭസമ്മതൗ. കൃഷ്ണപാദാഭിനിവിഷ്ടചേതസം ബദ്ധഞ്ജലിം പ്രശ്രയനമ്രകന്ധരം തം ഉപസൃത്യ പുഷ്കരനാഭസമ്മതൗ സുനന്ദനന്ദൗ സസ്മിതം പ്രത്യോജതു.
തം കൃഷ്ണപാദാഭിനിവിഷ്ടചേതസം ബദ്ധഞ്ജലിം പ്രശ്രേതം പ്രകന്ധരം ഫുനന്ദനന്ദാ ഉപഭൃത്യഫസ്മിതം പത്യൂജതു പുഷ്കരനാഭവം മതൗ. തം കൃഷ്ണപാദാഭിനിവിഷ്ടചേതസം ബദ്ധഞ്ജലിം പ്രശ്രേതം പ്രകന്ധരം ഫുനന്ദനന്ദാ ഉപഭൃത്യഫസ്മിതം പത്യൂജതു പുഷ്കരനാഭവം മതൗ. ഈ അവരുടെ മറുപടിയാണ്. ഫുനന്ദനന്ദാ ഊചതുഹു, ഫുനന്ദനന്ദൗ ഊചതുഹു, വാച ഊചതുഹു ഊചുഹു. ഫുനന്ദനന്ദന്മാർ പറഞ്ഞു, ഭോ ഭോ രാജൻ സുഭദ്രം തേ വാചം നോ വഹിത ശൃണു. യ പഞ്ചവർഷത്തപസാ ഭവാൻ ദേവമതീതൃപത് തസ്യാഖില ജഗദ്ധാതുരാവം ദേവഭ്യസംഗിണാം പാർഷദാവിഹ സംപ്രാപ്തോ നേതും ത്വാം ഭഗവത് പദം. ഭോ ഭോ രാജൻ, അല്ലയോ രാജാവേ, സുഭദ്രം തേ, അങ്ങേക്ക് മംഗളം. വാചം നോ അവഹിത ശൃണു. നോ വാചം, ഞങ്ങളുടെ വാക്കിനെ. നോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ. വാചം വാക്കിനെ. അവഹിത ശ്രദ്ധയോടെ, ശൃണു കേൾക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കും. നോ വാചം അവഹിത ശൃണു. പഞ്ചവർഷ തപസ, യാതൊരുവൻ 5 വർഷത്തെ തപസ് കൊണ്ട് ഭവാൻ ദേവം അതീതം, ഭഗവാൻ വിഷ്ണുവിനെ സംതൃപ്തനാക്കി, അതീതൃപത്, ഏറ്റവും അധികം സന്തുഷ്ടനാക്കി മാറ്റി. പത്തും 50ഉം 60ഉം 70ഉം 80ഉം 100ഉം 150ഉം 300ഉം വർഷം തപസ് ചെയ്തിട്ട് പോലും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിയാത്ത എത്രയോ ഋഷിമാരുണ്ട്. ഇത് വെറും 5 വർഷം കൊണ്ട് ഭഗവാനെ സംതൃപ്തനാക്കി മാറ്റി. ഇതൊരു കഴിവാണ്. ഇത് ലോകത്തിൽ ആർക്കും പറ്റില്ല, ആർക്കും തന്നെ പറ്റില്ല. പഞ്ചവർഷ തപസ ഭവാൻ ദേവം അതീതൃപത്. അതീതൃപത് എന്ന് വെച്ചാൽ ഏറ്റവും അധികം തൃപ്തി ഉണ്ടാക്കി. തസ്യ, അവന്റെ, അഖില ജഗദ്ധാതുഹു, എല്ലാ ജഗത്തിൻ്റെയും സൃഷ്ടാവായ, അഖില ജഗദ്ധാതുഹു സൃഷ്ടാവായ, ശാർങ്കിണ ദേവസ്യ, ശാർങ്കിയായ ദേവന്റെ, വിഷ്ണുവിന്റെ. ശാർഗം എന്ന വില്ല് കയ്യിലുള്ളത് കൊണ്ട് വിഷ്ണുവിന് ശാർങ്കി എന്ന് പേരായി. ശാർങ്കിണ, ശാർങ്കിയുടെ, ദേവസ്യ, ദേവന്റെ. ആവാം, ഞങ്ങൾ രണ്ടുപേർ, പാർഷദവും ഇഹ സംപ്രാപ്തവും, പാർഷദന്മാരായിട്ട് ഇവിടെ വന്നു ചേർന്നവരാണ് ഞങ്ങൾ രണ്ടുപേർ. തസ്യ അഖില ജഗദ്ധാതുഹു ആവാം, ജഗദ്ധാതുരാവാം, ദേവസ്യ ശാർങ്കിണ, പാർഷദൗ ഇഹ പാർഷദാവിഹ സംപ്രാപ്തൗ നേതും ത്വാം ഭഗവത് പദം. ത്വാം ഭഗവത് പദം നേതും, നിന്നെ ഭഗവത് പദത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ ഭഗവാൻ പറഞ്ഞയച്ചിട്ട് ഭഗവാന്റെ പാർഷദന്മാരായ ഞങ്ങൾ രണ്ടുപേരും ഇതിലേക്ക് വന്നു. എന്താണ് ഭഗവാന്റെ അടുത്തേക്ക് നേരിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്? 5 വർഷം കൊണ്ട് ഭഗവാനെ സംതൃപ്തരാക്കാൻ സാധിച്ചു താങ്കൾക്ക് എന്നുള്ളത്. അങ്ങനെ എല്ലാ ജഗത്തിന്റെയും സൃഷ്ടികർത്താവായ ശാർങ്കിയായ ദേവന്റെ ആവാം പാർഷദവും, ഞങ്ങൾ പാർഷദന്മാരായിട്ട് ഇഹ സംപ്രാപ്തവും ഇവിടെ എത്തിയിരിക്കുകയാണ്. ത്വാം ഭഗവത് പദം നേതും, താങ്കളെ ഭഗവത് പദത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഓ ഭോ രാജൻ സുഭദ്രം ദേവാചം നോ വഹിത ശൃണു. പഞ്ചവർഷ തപസാ ഭവാൻ ദേവമതീതൃപത് തസ്യാഖില ജഗദ്ധാതുരാവം ദേവസ്യ ശർങ്കിണാം പാർഷദാവിഹം പ്രാപ്തോ നേതും ത്വാം ഭഗവത് പദം. ഭോ ഭോ രാജൻ സുഭദ്രം ദേവാചം നോ വഹിത ശൃണു. പഞ്ചവർഷ തപസാ ഭവാൻ ദേവമതീതൃപത് തസ്യാഖില ജഗദ്ധാതുരാവം ദേവസ്യ ശർങ്കിണാം
പാർഷദാവിഹം പ്രാപ്തോ നേതും ത്വാം ഭഗവത്പദം സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാം യത്ഫൂരയോ പ്രാപ്യ വിചക്ഷതേ പരം ആദിഷ്ടതചന്ദ്രദിവാകരാദയോ ഗൃഹക്ഷതാരാ പര്യന്തി ദക്ഷിണം. സുദുർജയം, ഏറ്റവും ജയിക്കാൻ വിഷമമുള്ള. ദുർജയം ദുഃഖേന ജയം ന, വിഷമിച്ച് ജയിക്കാൻ പറ്റുന്നതാണ് ദുർജയം. സുദുർജയം, ഏറ്റവും വിഷമകരമായി ജയിക്കാൻ പറ്റുന്ന വിഷ്ണുപദം. വിഷ്ണുപദത്തെ ത്വയാജിതം, നിന്നാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു. വിഷ്ണുപദത്തിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. എത്രയോ കാലം തപസ് ചെയ്ത് എത്രയോ കാലം യോഗങ്ങൾ അനുഷ്ഠിച്ചിട്ടും എത്താതിരിക്കുന്ന എത്രയോ മഹാത്മാക്കൾ ഈ ലോകത്തിലുണ്ട്. അവരെയൊക്കെ താങ്കൾ ഇപ്പൊ ജയിച്ചില്ലേ? ജിതം ത്വയാ, നിന്നാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു. യത് സൂരയോ അപ്രാപ്യ വിചക്ഷതേ പരം, യത് യാതൊരു പദം സൂരയ പണ്ഡിതന്മാർ അപ്രാപ്യ പ്രാപിക്കാതെ ഇത് പരം വിചക്ഷത നോക്കിക്കാണുക മാത്രമേ. വിചക്ഷതയെ നോക്കിക്കാണുക. സൂരികളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഈ ഭഗവത് പദത്തിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് ദൂരെ നിന്ന് നോക്കിക്കാണുക. അങ്ങോട്ട് എത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. ആ സ്ഥാനത്തിലേക്കാണ് ഇപ്പോൾ താങ്കളെ വിമാനം അയച്ച് ഭഗവാൻ നേരിട്ട് വരുത്തിയിരിക്കുന്നത്. നോക്കൂ, എന്നുള്ള അത്ഭുതമാണ്. യത് സൂരയോ പ്രാപ്യ വിചക്ഷതേ പദം ആദിഷ്ഠ, അധിവസിച്ചാൽ, ഇതിലേക്ക് കയറിയിരുന്നാൽ. തന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാരാ പര്യന്തി ദക്ഷിണം. ചന്ദ്രദിവാകരാദികൾ, ചന്ദ്ര സൂര്യന്മാർ, ഗ്രഹക്ഷതാരാഹ, ഗ്രഹങ്ങൾ, വൃക്ഷങ്ങൾ, താരങ്ങൾ. ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ, വൃക്ഷങ്ങൾ വലിയ നക്ഷത്രങ്ങൾ, താരങ്ങൾ ചെറിയ നക്ഷത്രം. ദക്ഷിണം പര്യന്തി, പ്രദക്ഷിണം ചെയ്തു. ദക്ഷിണഭാഗത്തിലൂടെ കറങ്ങുന്നു. അതിൻ്റെ പേരാണ് പ്രദക്ഷിണം എന്ന്. വിഷ്ണുവിൻ്റെ ആ സ്ഥാനം നീ ജയിച്ച് കടന്നു കയറുകയാണ്. അവിടേക്ക് പോയി സുഖമായി ഇരുന്നുകൊള്ളൂ. സപ്തർഷിമാർ പോലും അത് ആഗ്രഹിച്ച് കൊതിച്ച് നോക്കുന്നു മാത്രമേ കിട്ടിയിട്ടില്ല. സൂര്യചന്ദ്രന്മാരെ, നവഗ്രഹങ്ങൾ, അശ്വത്യാദികളായ നക്ഷത്രങ്ങൾ, ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ, ഇവരെല്ലാം ഈ സ്ഥാനത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവത് പദത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമി കറങ്ങുന്നതും ഓരോ ഗ്രഹങ്ങൾ കറങ്ങുന്നതും പ്രദക്ഷിണമാണ്. ആർക്ക്? ഈ ഭഗവാന്റെ പ്രദക്ഷിണമാണ്. അങ്ങനെയുള്ള മഹത്തരമായൊരു സ്ഥാനമാണ് നിന്നെ കൊണ്ടുപോകുന്നത്. അവിടേക്കാണ്. സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാം യത് സൂരയോ അപ്രാപ്യ വിചക്ഷതേ പരം ആദിഷ്ടതചന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാരാ പര്യന്തി ദക്ഷിണം. സുദുർജയം വിഷ്ണുപദം ത്വയാജിതം യത് സൂര്യഃ അപ്രാപ്യ പരം വിചക്ഷതേ ചന്ദ്രദിവാകരാദയഃ ഗ്രഹക്ഷതാരാः ദക്ഷിണം പര്യന്തി തത് ആദിഷ്ഠ. സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാം യത് സൂരയോ പ്രാപ്യ വിചക്ഷതേ പരം ആദിഷ്ടചന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാരാ പര്യന്തി ദക്ഷിണം. സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാം യത് സൂരയോ പ്രാപ്യ വിചക്ഷതേ പരം ആദിഷ്ടതചന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാരാ പര്യന്തി ദക്ഷിണം. അനാസ്ഥിതം തേ പിതൃഭിരന്യേരപ്യംഗകർഹിചിത്
ആദിഷ്ഠ ജഗതാം വന്ദ്യം തദ്വിഷ്ണോ പരമം പദം അനാസ്ഥിതം തേ പിതൃഭിः അനാസ്ഥിതം അധിവസിക്കപ്പെടാത്ത നിന്റെ പിതൃക്കൾ ഒരാൾ പോലും ഈ സ്ഥാനത്തേക്ക് എത്തിയില്ല. അനാസ്ഥിതം തേ പിതൃഭിः അന്യേഹി അപി അംഗകർഹിച്ചത്. അന്യേഹി അപി പിന്നാട്ടെ മറ്റാരെങ്കിലും നിന്റെ പിതൃക്കൾക്ക് പോലും പറ്റിയിട്ടില്ല. പിന്നാട്ടെ മറ്റാരെങ്കിലും അന്യരായ ഒരാൾക്ക് പോലും ഈ സ്ഥാനത്തേക്ക് എത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. കർഹിച്ചിത് ഒരാൾ പോലും ഹേ അംഗ സംബോധനയാണ്, പൂജ്യനായുള്ളവനെ. ഇങ്ങനെ ഒരു സ്ഥാനം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ആദിഷ്ഠ ഇതിലേക്ക് കയറിയിരിക്കൂ. ജഗതാം വന്ദ്യം ലോകങ്ങളൊക്കെ വന്ദിക്കുന്ന തദ് വിഷ്ണുവോ പരമം പദം, ആ വിഷ്ണുവിന്റെ പരമമായ പദം ലോകർ വന്ദിക്കുന്ന പദമാണ്. അവിടേക്കാണ് നിന്നെ ഇപ്പൊ കൊണ്ടുപോകാൻ പോകുന്നത്. നിന്റെ മാതാപിതാക്കളോ നിന്റെ പിതൃക്കന്മാരോ നിന്റെ സുഹൃത്തുക്കളോ ആരും എത്താത്ത, മറ്റൊരാൾ പോലും എത്താത്ത അതി മനോഹരമായ ഈ പദത്തിലേക്ക് ഇതാ നിന്നെ. അനാസ്ഥിതം തേ പിതൃഭിരന്യേ അപ്യംഗർഹിച്ചത് ആദിഷ്ഠ ജഗതാം വന്ദ്യം തദ്വിഷ്ണോ പരമം പദം അനാസ്ഥിതം തേ പിതൃഭിരന്യേരപ്യംഗർഹിച്ചത് ആദിഷ്ഠ ജഗതാം വന്ദ്യം തദ്വിഷ്ണോ പരമം പദം ഏതദ്വിമാനപ്രവരമുത്തമ ശ്ലോകമൗലിനാം ഉപസ്ഥാപിതമായുഷ്മൻ അധിരോടും ത്വമനുലഭി. ഏതദ് വിമാനപ്രവരം, ഈ പ്രവരമായ വിമാനം, ഉത്തമമായ ഉത്കൃഷ്ടമായ വിമാനം, ഉത്തമ ശ്ലോക മൗലിന ഉത്തമന്മാരായി കീർത്തിക്കപ്പെടുന്ന മൗലിന. ഉത്തമ ശ്ലോക മൗലി ഭഗവാൻ എന്ന ഒറ്റ വാക്കാണ്. ഉത്കൃഷ്ടമായി ശ്ലോകം ചെയ്യുക, കീർത്തിക്കുക. ഉത്കൃഷ്ടമായി കീർത്തിക്കപ്പെടുന്നവരിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നവൻ ആരാണ്? വിഷ്ണു. ഉത്തമ ശ്ലോക മൗലിന ഉപസ്ഥാപിതം കൊണ്ടുവരപ്പെട്ടതാണ്, സമീപത്തേക്ക് എത്തിച്ചതാണ്. ആയുഷ്മൻ അധിരോടും ത്വമർഹഃ. ഹേ ആയുഷ്മൻ, ആയുസ് അവശേഷിക്കുന്നവനെ, ത്വം അധിരോടും അർഹ, നീ ഇതിൽ കയറാൻ അർഹിക്കുന്നവനാണ്. ഉപസ്ഥാപിതം ആയുഷ്മൻ അധിരോടും ത്വം അർഹഃ. ഉപസ്ഥാപിതം അടുക്കൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഹേ ആയുഷ്മൻ, ദീർഘായുസുള്ളവനായ ധ്രുവ, ത്വം അധിരോടും അർഹസി, നീ ഇതിലേക്ക് കയറുവാൻ അർഹതപ്പെട്ടവനാണ്. ഇതിലേക്ക് കയറൂ എന്ന്. ഏതദ് വിമാനപ്രവരം ഉത്തമ ശ്ലോകമൗലിനാം ഉപസ്ഥാപിതമായുഷ്മൻ അധിരോടും ത്വമർഹസി. ഉത്തമ ശ്ലോകമൗലിന ഉപസ്ഥാപിതം ഏതദ് വിമാനപ്രവരം അധിരോഢും ആയുഷ്മൻ ത്വം അർഹസി. ഏതദ് വിമാനപ്രവരം ഉത്തമ ശ്ലോകമൗലിനാം ഉപസ്ഥാപിതമായുഷ്മൻ അധിരോഢും ത്വമർഹസി. ഏതദ് വിമാനപ്രവരം ഉത്തമ ശ്ലോകമൗലിനാം ഉപസ്ഥാപിതമായുഷ്മൻ അധിരോഢും ത്വമർഹസി. മൈത്രേയ ഉവാച. ഇത്രയുമാണ് സുനന്ദ നന്ദൻ പറഞ്ഞ് ഉപസംഹരിച്ചത്. നീ മൈത്രേയൻ ഇടക്ക് കയറി ബാക്കി കഥാംശം പറയുക. നിശമ്യ വൈകുണ്ഠ നിയോജ്യമുഖ്യോ മധുച്യുതം വാചമുരുക്രമപ്രിയാം കഥാഭിഷേക കൃത നിത്യമംഗളോ മുനിൻ പ്രണമ്യ ആശിഷമഭ്യവാദയത്. നിശമ്യ കേട്ടിട്ട്, വൈകുണ്ഠ നിയോജ്യമുഖ്യോ,
വൈകുണ്ഠനായ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടവരിൽ മുഖ്യന്മാർ. വൈകുണ്ഠ നിയോജ്യ മുഖ്യയോ. വൈകുണ്ഠൻ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടതിൽ മുഖ്യന്മാരായ നിങ്ങൾ രണ്ടുപേർ. അവർ രണ്ടുപേരും നിശമ്യ കേട്ടിട്ട്, അവരുടെ വാക്കുകളെ കേട്ടിട്ട് മധുച്ഛുതം തേനൊഴുകുന്നതാണ്. മധുച്ഛുതമായ വാക്ക് കേട്ടിട്ട് വാചം ഉരുക്രമപ്രിയ, ഉരുക്രമനായ ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണ്. ഉരുക്രമൻ ഭഗവാൻ. വിഷ്ണുവിന്റെ എത്ര പര്യായങ്ങളാണ് ഉണ്ടാക്കി ഇവിടെ വ്യാസൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഉരുക്രമപ്രിയ, ഭഗവാന് പ്രിയപ്പെട്ടവനായ. കൃതാഭിഷേക, അഭിഷേകം ചെയ്തവനായ. കൃതനിത്യമംഗള, നിത്യമായി മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്ന. മുനീൻ പ്രണമ്യ, മുനിമാരെ നമസ്കരിച്ചിട്ട് ആശിഷം അഭ്യവാദയത്, ആശീർവാദത്തെ പറയിച്ചു. ആശിഷം, ആശീർവാദത്തെ അഭ്യവാദേത് പറയിച്ചു. ഭഗവത് പാർഷദന്മാരായ പുരന്ദനന്ദന്മാർ പറഞ്ഞ മധുച്യുതമായ വാക്ക്, തേനൊഴുകുന്ന വാക്ക്, മധുരമായ വാക്ക് കേട്ടിട്ട് വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ചെയ്യേണ്ട കർമ്മങ്ങൾ ധ്രുവൻ നിവർത്തിച്ചു. എന്താണ്? കൃതാഭിഷേക കൃതനിത്യമംഗള. ഈ വിമാനത്തിലേക്ക് കയറുന്ന മുമ്പ് ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല വേഷമൊക്കെ കൊടുത്ത് സന്ധ്യാവന്ദനാദികളായ മംഗളക്രിയകൾ എല്ലാം നിത്യം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് മുനിമാരെ നമസ്കരിച്ച് ആശിഷം അഭ്യവാദേത്, ആശീർവാദത്തെ അവരെ കൊണ്ട് പറയിച്ചു. ഇത്രയും ധ്രുവന്റെ ഒരു തയ്യാറെടുപ്പാണ് പോകാനുള്ള. അളകനന്ദയിൽ ഇറങ്ങി കുളിച്ച് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ഭസ്മസിന്ദൂര ചന്ദനാദികളൊക്കെ ധരിച്ച് അവിടെ ഇരുന്ന മുനിമാരെയൊക്കെ നമസ്കരിച്ച് അവരിൽ നിന്നും അനുഗ്രഹമൊക്കെ നേടി വിമാനത്തിൽ കയറാൻ തയ്യാറാവുകയാണ്. നിശമ്യ വൈകുണ്ഠ നിയോജ്യ മുഖ്യയോ മധുച്യുതം വാരം വാചമുരുക്രമപ്രിയാം കൃതാഭിഷേക കൃതനിത്യമംഗളോ മുനിൻ പ്രണമ്യ ആശിഷമഭ്യവാദയൻ. വൈകുണ്ഠ നിയോജ്യ മുഖ്യയോ മധുച്യുതം വാചം നിശമ്യ ഉരുക്രമപ്രിയ കൃതാഭിഷേക കൃതനിത്യമംഗള മുനിൻ പ്രണമ്യ ആശിഷം അഭ്യവാദയൻ. നിശമ്യ വൈകുണ്ഠ നിയോജ്യ മുഖ്യയോ മധുച്യുതം വാചമുരുക്രമപ്രിയാം കൃതാഭിഷേക കൃതനിത്യമംഗളോ മുനിൻ പ്രണമ്യാശിഷമഭ്യവാദയത്. നിശമ്യ വൈകുണ്ഠ നിയോജ്യ മുഖ്യയോ മധുച്യുതം വാചമുരുക്രമപ്രിയാം കൃതാഭിഷേക കൃതനിത്യമംഗളോ മുനിൻ പ്രണമ്യാശിഷമഭ്യവാദയത്. പരീത്യഭ്യർത്ഥിഷ്ഠ്യഗ്രം പാർഷദാവഭിവന്ദ്യ ച യേഷ തദധിഷ്ഠാതും വിഭ്രദ്രൂപം ഹിരണ്മയം. പരീത്യ അഭ്യർച്ച്യ, പരീത്യ ചുറ്റിത്തിരിഞ്ഞിട്ട് പ്രദക്ഷിണം വെച്ചിട്ട്, പരീത്യ അഭ്യർച്ച്യ ആരാധിച്ചിട്ട്, ധിഷ്ണ്യാഗ്ര്യം അഗ്ര്യമായ ധിഷ്ണ്യത്തെ, ഉത്തമമായ ഈ വാഹനത്തെ. ഏതാണ് വാഹനം? വിമാനം. ഉത്തമമായ വിമാനത്തെ പ്രദക്ഷിണം ചെയ്തിട്ട് ധിഷ്ണ്യാഗ്ര്യം പരീത്യ അഭ്യർച്ച്യ പാർഷദൗ അഭിവന്ദ്യ, പാർഷദന്മാരെ അഭിവാദനം ചെയ്തിട്ട് യേഷ ആഗ്രഹിച്ചു, തത് അധിഷ്ഠാത് ആ വിമാനത്തിലേക്ക് കയറാൻ ആഗ്രഹിച്ചു, ബിഭ്രദ്രൂപം ഹിരണ്മയം
സ്വർണമയമായ രൂപത്തെ ധരിച്ചിരിക്കുന്നവനായിട്ട് ആ വിമാനത്തിലേക്ക് കയറാൻ തയ്യാറായി. കുളിച്ചു, അലങ്കാരങ്ങളൊക്കെ ചാർത്തി വിമാനത്തിന് മുമ്പിലെത്തി. വിമാനത്തെ ഒന്ന് തൊട്ടു വന്ദിച്ച് 3 പ്രദക്ഷിണം വെച്ച് അടുക്ക നിന്നിരിക്കുന്ന വിഷ്ണു പാർഷദന്മാരായ പുനന്ദനന്ദന്മാരെ അഭിവാദ്യം ചെയ്ത് ഇതിലേക്ക് കയറാൻ ആഗ്രഹിച്ചു. സ്വർണമയമായ രൂപം ധരിച്ചിരിക്കുന്ന ആ വാഹനത്തിലേക്ക് കയറാൻ ആഗ്രഹിച്ചു. യേഷ ആഗ്രഹിച്ചു തത് അധിഷ്ഠാത്. ആ വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി ഹിരൺമയമായ രൂപം ധരിച്ചിരിക്കുന്ന വാഹനത്തിൽ കയറാൻ വേണ്ടി തയ്യാറായി. പരീത്യാഭ്യർച്ഛധിഷ്ണ്യഗ്രം ധിഷ്ണ്യാഗ്രം പാർഷദാവഭിവന്ദ്യ യേഷ തദധിഷ്ഠാതും വിപ്രദ്രൂപം ഹിരൺമയം. ധിഷ്ണ്യാഗ്രം പരിത്യ അഭ്യർച്ച്യ പാർഷദൗ അഭിവന്ദ്യ തത് അധിഷ്ഠാതും യേഷ ഹിരൺമയഃ രൂപം ബിഭ്രച്ച. പരീത്യാഭ്യർച്ഛധിഷ്ണ്യാഗ്രം പാർഷദാവഭിവന്ദ്യ യേഷ തദധിഷ്ഠാതും ബിഭ്രദ്രൂപം ഹിരൺമയം. പരീത്യാഭ്യർച്ഛധിഷ്ണ്യാഗ്രം പാർഷദാവഭിവന്ദ്യ യേഷ തദധിഷ്ഠാതും ബിഭ്രദ്രൂപം ഹിരൺമയം. തദാ ദുന്ദുഭയോ നേതും മതംഗപണവാദയാം ഗന്ധർവമുഖ്യാ പ്രജഗു പേതു കുസുമവൃഷ്ടയാം. ഇതിൻ്റെ ഇടയ്ക്ക് ചില പുസ്തകത്തിലൊരു ശ്ലോകമുണ്ട്, നിങ്ങളുടെ ബുക്കിലുണ്ടോ എന്നറിയില്ല, ഇല്ലെങ്കിൽ നമുക്കത് വിട്ടുകളയാം, എല്ലാത്തിനും വേണം എന്നില്ല. തഥാ ഉത്താനപദ പുത്രോ ദദർശ അന്തകമാഗതം മൃത്യോ മൂർധനി പദം ദത്വാ ആരുരോഹ അത്ഭുതം. എല്ലാ പുസ്തകത്തിലും കാണില്ല, നിർബന്ധമില്ലാത്ത ശ്ലോകമാണ്. ചിലതിനുണ്ടെന്ന് തോന്നുന്നു, വേണമെന്നില്ല. വലിയ അർത്ഥപുഷ്ടിയുള്ള ശ്ലോകമൊന്നും അല്ല അത്. എന്തായാലും ഇതിൽ അടുത്തത് 30-ാമത്തെ ശ്ലോകം. തഥാ ദുന്ദുഭയോ നേതു മൃദംഗപണവാദയാം ഗന്ധർവമുഖ്യാ പ്രജഗുപ്പേതു കുസുമവൃഷ്ടയാം. അപ്പോൾ ദുന്ദുഭികൾ നേതുഹു ശബ്ദമുണ്ടായി. ഇപ്പൊ 29-ാമത്തെ ശ്ലോകത്തില് വിമാനത്തിന് പ്രദക്ഷിണം ചെയ്ത് പാർഷദന്മാരെ അഭിവന്ദിച്ച് അതിലേക്ക് കയറാൻ ആഗ്രഹിച്ചു എന്നേ ഉള്ളൂ, കയറി എന്നില്ല. അപ്പം അടുത്ത ശ്ലോകത്തിലാണ് ആരുരോഹ അദ്ഭുതം ഗൃഹം. അത്ഭുതമായ ഗൃഹതുല്യമായ വിമാനത്തിലേക്ക് കയറി എന്ന് പറയുന്നതാണ് ഈ വിട്ടുപോയ ഒരു ശ്ലോകം. അങ്ങനെ കയറിയപ്പോൾ തഥാ അപ്പോൾ ദുന്ദുഭയോ നീതു, ദുന്ദുഭികൾ ശബ്ദമുണ്ടാക്കി. മൃദംഗ പണവാദയ, മൃദംഗം, പണവം, ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങൾ വധിച്ചു. ഗന്ധർവമുഖ്യാഹ പ്രജഗു, ഗന്ധർവമുഖ്യന്മാർ പാടി. പേതു കുസുമവൃഷ്ടയ, കുസുമവൃഷ്ടികൾ ചെയ്തു. പേതുഹുഞ്ച ചെയ്തു. പപാത പേപതുഹു പേതു, വീണു. കുസുമവൃഷ്ടികൾ വീണു. എപ്പോഴാണോ ധ്രുവൻ വിമാനത്തിൽ കയറിയത് അപ്പോൾ ദേവന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കി, ഗന്ധർവന്മാർ പാടി, പുഷ്പവൃഷ്ടികൾ ധ്രുവന്റെ മേൽ ചെയ്തു. തഥാ ദുന്ദുഭയോ നേതു പതംഗപണവാദയാം ഗന്ധർവമുഖ്യാ പ്രജഗു പേതു കുസുമവൃഷ്ടയാം. തഥാ ദുന്ദുഭയോ നേതു മതംഗപണവാദയാം ഗന്ധർവമുഖ്യാ പ്രജഗു പേതു കുസുമവൃഷ്ടയാം. ഭജഫർലോകമാരോക്ഷ്യൻ സുനീതിം ജനനിം ധ്രുവാം അന്വസ്മരത് അകം ഹിത്വാ ദീനാം യാഫ്യേത് വിഷ്ണവം. അവനാകട്ടെ സ്വർലോകം ആരോക്ഷ്യൻ,
സ്വർഗലോകത്തിലേക്ക് കയറാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആരോക്ഷൻ കയറാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫുനീതിം ജനനീം, ഫുനീതി എന്ന അമ്മയെ ധ്രുവ അനുസ്മരിച്ചു. വിമാനത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഫുനീതിയായ അമ്മയെക്കുറിച്ച് ഓർമ്മിച്ചു. ദീനാം ഹിത്വ, ദീനയായ അമ്മയെ ഉപേക്ഷിച്ചിട്ട് ത്രിവിഷ്ടവം യാഫി, ഞാൻ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകും? സുനീതിയായ അമ്മയാണ് ഇതിനൊക്കെ കാരണം. അമ്മ അന്ന് തപസ് ചെയ്ത് ഭഗവാനെ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. അമ്മ കുപിതയായി എന്നെ വിളിച്ച് അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുനിർത്തി, മടിയിലല്ല തലയിൽ കയറിയിരിക്കൂ, കാണട്ടെ എന്താ ചെയ്യുന്നറിയിട്ട്, ഇദ്ദേഹം എൻ്റെ ഭർത്താവാണ്, നീ എൻ്റെ മകനാണ്, തീർച്ചയായിട്ടും മടിയിലല്ല തലയിൽ കയറിയിരിക്കാൻ യോഗ്യതയുണ്ട്, വരൂ കാണിച്ചു തരാം എന്നല്ല ആ അമ്മ പറഞ്ഞത്. ആ അമ്മ പറഞ്ഞത്, ഭഗവാനെ പ്രാപിച്ചുള്ളൂ, അവിടുന്ന് അതിന് ഉപശാന്തി ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥാനത്തേക്ക് എത്തിയത്. ആ അമ്മയെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ പോകും? അമ്മയുടെ കിടക്കട്ടെ, ഞാൻ എൻ്റെ വഴി നോക്കി പോകാം എന്ന് ഞാൻ എങ്ങനെ വിചാരിക്കും? സച്ച സ്വർലോകമാരൂക്ഷൻ ഫുനീതിം ജനനിം ധ്രുവ, ആ ധ്രുവൻ സ്വർഗത്തിലേക്ക് കയറുന്ന ആഗ്രഹിച്ചിട്ട് ആ ധ്രുവൻ അനുസ്മരത്, സ്മരിച്ചു, അകം സ്വർലോകം ആരൂക്ഷൻ. അകം എന്ന് വെച്ചാൽ ഗമിക്കാൻ വിഷമമുള്ളതെന്ന്, എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ആ സ്ഥാനത്തിലേക്ക് ദീനിയായ അമ്മയെ ഉപേക്ഷിച്ചിട്ട് യാഫിയെ എങ്ങനെ പോകും? ത്രിവിഷ്ടമം സ്വർഗത്തിലേക്ക്, എനിക്ക് വിഷമാണ് അതിൽ എന്ന് അറിയിച്ചു. ഭജ സ്വർലോകമാരൂക്ഷൻ സുനീതിം ജനനീം ധ്രുവാം അന്വസ്മരദകം ഹിത്വാദീനാം യാഫ്യേ ത്രിവിഷ്ടപം. ധ്രുവഃ ച സ്വർലോകം ആരോക്ഷൻ അകം ത്രിവിഷ്ടപം ദീനാം സുനീതിം ജനനീം ഹിത്വാ കഥം യാഫ്യേ അനുസ്മരതു. പച സ്വർലോകമാരോക്ഷൻ സുനീതിം ജനനീം ധ്രുവാം അനുസ്മരദകം ഹിത്വാദീനാം യാഫ്യേ ത്രിവിഷ്ടപം. പച സ്വർലോകമാരോക്ഷൻ സുനീതിം ജനനീം ധ്രുവാ അനുസ്മരദകം ഹിത്വാ ദീനാം യാഫ്യേ ത്രിവിഷ്ടപം. ഇതി വ്യവഫിതം തസ്യ വ്യവസായ പുരോത്തമോ ദർശയാമാഫതോദ്ദേവീം പുരോയാനേന ഗച്ഛതി. ഇതി വ്യവഫിതം, ഇങ്ങനെയുള്ള നിശ്ചയത്തെ, വ്യവഫിതം നിശ്ചിതം, നിശ്ചയത്തെ, തസ്യ അവന്റെ, വ്യവസായ അറിഞ്ഞിട്ട്, ഇങ്ങനെയുള്ള അവന്റെ നിശ്ചയം അറിഞ്ഞിട്ട് പുരോത്തമവും ആ ദേവശ്രേഷ്ഠന്മാർ, സുനന്ദനന്ദന്മാർ, ദർശയാമാഫതുഹു കാണിച്ചു കൊടുത്തു, ദേവീം ദേവിയായ സുനീതി ദേവിയെ, പുരോയാനീന ഗച്ഛതി, മുമ്പിലൊരു വിമാനത്തിൽ അമ്മ ഇതാ കയറിപ്പോകും. ഇത് കാണിച്ചു കൊടുത്തവർ, നീ അമ്മയെ സ്മരിച്ചല്ലേ ഇവിടെ നിൽക്കുന്നേ, കയറിക്കോളൂ, നമ്മുടെ വിമാനത്തിന് തൊട്ട് മുമ്പിൽ ഇതുപോലെ വിമാനം സഞ്ചരിച്ചു നോക്കൂ, ആ വിമാനത്തിൽ അമ്മ ഇരിപ്പട്ടെ. അമ്മയാണ് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത്, പുറകെയാണ് നിന്നെ കൊണ്ടു. ഇവനെ അത്ഭുതപ്പെടുത്തി ഭഗവാൻ. അമ്മയെ വിട്ടു പോകണം എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് നോക്കൂ, മുമ്പോട്ട് നോക്കൂ, ഒരു വിമാനം പോകുന്നുണ്ടില്ലേ, സൂക്ഷിച്ചു നോക്കൂ, ആ വിമാനത്തിനകത്ത് നിന്റെ അമ്മ ഇരിപ്പട്ടെ. ഇത് വ്യവഫിതം തസ്യ വ്യവസായ പുരോത്തമോ ദർശയാമാഫതോദ്ദേവീം പുരോയാനേന ഗച്ഛതി. തസ്യ ഇത് വ്യവഫിതം വ്യവസായ യാനേന പുരോഗച്ഛതി ദേവീം പുരോത്തമോ ദർശയാമാഫതോ.
ഇതി വ്യവഹിതം ദഫ്യവ്യവസായ പുരോത്തമൗ ദർശയാമാഫതുർദേവീം പുരോയാനേന ഗച്ഛതി. ഇതി വ്യവഹിതം ദഫ്യവ്യവസായ പുരോത്തമൗ ദർശയാമാഫതുർദേവീം പുരോയാനേന ഗച്ഛതി. ഇനി അവരുടെ സ്വർഗലോകത്തേക്കുള്ള യാത്ര, അവിടെ ചെന്ന് കിട്ടുന്ന സ്വീകരണം, അവിടെ സ്ഥിരമായിരിക്കുന്നത്, ധ്രുവപദവിയെ പ്രാപിക്കുന്നത്, അത്രയും വിസ്തരിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. നമുക്കിന്ന് തീരുന്നില്ല, നമ്മുടെ സമയം ഏതാണ്ടായിരിക്കുന്നു. നമുക്കിവിടെ ഉപസംഹരിക്കാം. 13-ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ദിവസം എടുക്കാം. ഉപസംഹരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പ്രശ്നമുണ്ട്? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.